ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ആ ഒരു ചരിത്രഭാഗമാണ്. നമ്മൾ ചരിത്ര വായനയ്ക്ക് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറഞ്ഞിട്ടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനം ഇറക്കിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ്റെ വിയോഗം എന്നാണ് അർത്ഥം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11 റബിയുൽ അവൽ 12 തിങ്കളാഴ്ചയാണ് വഫാത്തായത് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഒരു കാര്യം തന്നെ പല പണ്ഡിതന്മാർ പല രൂപത്തിൽ രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ. അത് ഇസ്ലാമിക ചരിത്രത്തിൽ മാത്രമല്ല, ഹദീസുകളുടെ കാര്യത്തിലാണെങ്കിലും ഖുർആനിൻ്റെ ആയത്തുകളുടെ കാര്യത്തിലാണെങ്കിലും ആയത്തുകൾ ഇറങ്ങിയ സബബുൻ നുസൂൽ അഥവാ അവതരണ പശ്ചാത്തലം, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി, ആ ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറയുന്ന കാര്യത്തിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ. ഖുർആനിൻ്റെ ആയത്തിറങ്ങിയ കാര്യത്തിൽ പോലും അത്തരത്തിലുള്ള അവസ്ഥകൾ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രവാചകൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗമാണ്. എന്താണ് ഈ ഗ്രന്ഥത്തിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത്. കോടാനുകോടി മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികൾ അവരുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു എന്ന തരത്തിൽ അത്രയേറെ പ്രിയത്തോടു കൂടി കൊണ്ട് നടക്കുന്ന ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് നബി. സ്വാഭാവികമായിട്ടും ആ പ്രവാചകന്റെ വിയോഗത്തെക്കുറിച്ചുള്ള ചരിത്രഭാഗം വായിക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിയായ വിഷമവും സങ്കടമൊക്കെ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗം വീഡിയോ ചെയ്യണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ചരിത്രം അതിൻ്റെ ഓർഡറിൽ തന്നെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഈ ഒരു ഭാഗം വിട്ടുകളയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് ചെയ്യുന്നു. മാത്രമല്ല, പല സുഹൃത്തുക്കളും ഈ വിയോഗവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ അത് പറയാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1400 വർഷം മുമ്പ് ഒരു ആത്മീയ ആചാര്യൻ ഉണ്ടാവുകയും അദ്ദേഹം ഒരു നിലവിലുള്ള ഒരു ദൈവസങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഒരു ദൈവസങ്കല്പം അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ആ ഒരു ദൈവസങ്കല്പത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ ഒരു കലിമത്ത് തൗഹീദിൻ്റെ വാചകത്തിൻ്റെ പേരിൽ ഒരു ജീവിത ദർശനം സ്ഥാപിക്കുകയും അത് ഇന്ന് നമ്മൾ കാണുന്ന 1400 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ കാണുന്ന ഒരു മതമായി രൂപപ്പെടുകയൊക്കെ ചെയ്ത ഒരവസ്ഥയാണ് നമുക്ക് മുമ്പിലുള്ള ചിത്രം. യഥാർത്ഥത്തിൽ നമ്മളാരും പ്രവാചകനെയോ സ്വഹാബത്തിനെയോ അല്ലെങ്കിൽ ആക്ച്വലി അന്ന് എന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്കാർക്കും ഒരറിവുമില്ല. ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തരായിട്ടുള്ള പണ്ഡിതന്മാർ വ്യത്യസ്ത കോലത്തിൽ അവതരിപ്പിച്ച ചരിത്ര ഗ്രന്ഥങ്ങളാണ് നമുക്ക് മുമ്പിലുള്ള ഈ വിവരങ്ങൾ അറിയാനുള്ള ഏക പോംവഴി. ആ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇന്ന് കേരളത്തിൽ പ്രബലമായ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് പോലെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇസ്ലാമിക സംഘടനകൾ ഭൂരിപക്ഷം ഏക അഭിപ്രായത്തോടു കൂടി അംഗീകരിക്കുന്ന ചില കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളിലുണ്ട്. ആ കിതാബുകളുടെ ബേസിൽ നിന്നുകൊണ്ടാണ് പ്രവാചകനെയും സ്വഹാബത്തിനെയും ഒക്കെ നമ്മൾ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ പ്രവാചകനും സ്വഹാബത്തും ഒക്കെ ഈ പറയപ്പെട്ട യുദ്ധങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ല എന്നും അത്തരം യുദ്ധങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പോലും, എന്തിനേറെ ബദർ യുദ്ധം എന്ന് പറയുന്നത്, ബദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ എന്നാണ് അർത്ഥമെന്നും അത് ഇസ്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു പേരിൽ ബദർ എന്നൊരു പേര് അതിന് കൊടുത്തതാണ് എന്നും അങ്ങനെ ഒരു സംഘടന ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന മലയാളികളായ മുസ്ലിങ്ങളായ വിശ്വാസികൾ കേരളത്തിലുണ്ട്. കാരണം നമ്മൾ ബദർ യുദ്ധത്തിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്തരത്തിലുള്ള പല ആളുകളും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ യുദ്ധങ്ങളുടെ ഈ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട് 1400 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചു പോയ ഒരു ആത്മീയ നേതാവിനെ അല്ലെങ്കിൽ ഒരു ഗോത്രീയ നേതാവിനെ അല്ലെങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരിയെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ മോശമായി ചിത്രീകരിക്കാനോ അങ്ങനെയൊന്നും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഇല്ല. അത് വേർതിരിച്ച് തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളായാലും അവിശ്വാസികളായാലും ഒക്കെ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്ക് യാതൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. അതേപോലെ തന്നെ ഇസ്ലാം എന്ന ഐഡിയോളജിയിൽ നമുക്ക് ഇന്ന് ആധുനിക ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ആധുനിക ധാർമ്മിക സദാചാര ബോധത്തിൻ്റെ ബേസിൽ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായി മാനവിക മൂല്യങ്ങൾക്ക് വാല്യൂ കൽപ്പിച്ചുകൊണ്ടുള്ള രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ട് ആ ഗോത്രീയ കാലഘട്ടത്തിൽ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്ന ആ ഒരു 6-ാം നൂറ്റാണ്ടിലെ ഗോത്രീയമായ പല നിയമങ്ങൾക്കും നിയമസംഹിതകൾക്കും പല കൽപ്പനകൾക്കും ഒക്കെ നമുക്ക് ഇന്ന് എതിരായി ചിന്തിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത് മാതൃകയാക്കി
ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളെ വിമർശിക്കേണ്ടി വരുന്നത്. ആ വിമർശിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ മനുഷ്യത്വ വിരുദ്ധമായ മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഏതൊരാളും അത് വിമർശിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവികമായിട്ടുള്ള ഈ ഒരു ആദർശത്തിൽ ഇത്രയധികം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കടന്നുകൂടിയത്? എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശനമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്വത്തുൻ ഹസനായിട്ട് റഹ്മത്തുൽ ആലമീനായിട്ട് അവതരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇത്തരത്തിൽ കൊടിയ അക്രമങ്ങളും കൊള്ളയും കൊലയും ഒക്കെ നടന്നതായി കാണുമ്പോൾ ഒരിക്കലും നമുക്ക് അത് മാതൃകയാക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും വിമർശനാത്മകമായ രൂപത്തിൽ ഇതിനെയൊക്കെ സമീപിച്ചിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, മൗലവിമാരെ, ഉസ്താദുമാരെ, നിങ്ങൾ ഈ ഒരു ബേസിൽ നിന്നുകൊണ്ട് മാത്രം ഇതിനെ ചിന്തിക്കുകയും ഇത് മനസ്സിലാക്കുകയും ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങൾ 1400 കൊല്ലമായിട്ട് ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നതിന് പകരം ഇത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളെ നിങ്ങൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യൂ, അതിനെ ഒഴിവാക്കൂ, തള്ളിക്കളയൂ, അത് ലൈഫിൻ്റെ പട്ടികയിൽ പെടുത്തൂ, എന്നിട്ട് അതിനെ ഒഴിവാക്കൂ. എന്നിട്ട് അതിന് പകരം സ്നേഹവും കരുണയും സഹാനുഭൂതിയും സഹവർത്തിത്വവും എല്ലാ മനുഷ്യരെയും മനുഷ്യരെന്ന ഏക കോൺസെപ്റ്റിൽ കാണാനുള്ള ആ തിരിച്ചറിവോടുകൂടിയുള്ള ആ നല്ല ചിന്താഗതികൾ പകരം നിറക്കുകയും ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ മതവിശ്വാസികളായി ജീവിച്ചോളൂ. ഒരാളും നിങ്ങളെ വിമർശിക്കാൻ വരില്ല. പിന്നെ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹജ്ജത്തുൽ വദായിലെ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തെ ദൗത്യം പൂർത്തിയായെന്നും വിടവാങ്ങൽ സമയമായെന്നുമുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് ഏകദേശം 3 മാസങ്ങൾക്ക് ശേഷം ഒരു രാത്രി അദ്ദേഹം മദീനയിലെ ബഖിയ ശ്മശാന ഭൂമി സന്ദർശിക്കുകയുണ്ടായി. തിരിച്ചു വരുമ്പോൾ പനിയും വിറയലും തലവേദനയും അനുഭവപ്പെട്ടു. പിന്നെ രോഗം മൂർച്ഛിക്കുകയായിരുന്നു. അപ്പോഴും ഇസ്ലാമിൻ്റെ സുരക്ഷയുടെ കാര്യത്തിലായിരുന്നു ശ്രദ്ധ. റോമക്കാരുടെ ധിക്കാരത്തിന് തിരിച്ചടി നൽകേണ്ടത് ഇസ്ലാമിൻ്റെ വ്യാപനത്തിനും സുരക്ഷയ്ക്കും അനിവാര്യമാണെന്ന് അദ്ദേഹം കണ്ടു. ഈ രോഗം മൂർച്ഛിച്ച് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലും അദ്ദേഹം ചിന്തിക്കുന്നത് റോമ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ കഴിയാതെ പോയതും അത് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെയാണ്. കാരണം ബദറും ഉഹുദും ഖന്തക്കും ബനു ഖുറൈളയും ഇതെല്ലാം കഴിഞ്ഞ് മക്ക വിജയം കഴിഞ്ഞ് അതിനുശേഷം ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതുപോലെ മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ അവസ്ഥയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഒരു ആശങ്കയുണ്ടാകും. കാരണം അത്രയേറെ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ അക്രമങ്ങൾക്ക് ശേഷമാണ് ഈ തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് പ്രവാചകൻ്റെ ഒരു നേതൃത്വത്തിന് കീഴിലാണ് ആ സംഗതികളൊക്കെയും തന്നെ നടന്നത്. അപ്പോൾ പ്രവാചകൻ വഫാത്തായി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചതിന് പ്രതികാരമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് മറുപടി ആയിക്കൊണ്ട് ഈ പറയപ്പെട്ട ആളുകളെല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് ഇസ്ലാമിനെ ആക്രമിക്കുകയും ഇസ്ലാമിൻ്റെ ഈ ഒരു വിജയത്തിൽ നിന്ന് ഇസ്ലാം മാറിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്കകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന സംഘടനകൾ, അക്രമങ്ങൾ, യുദ്ധങ്ങളൊക്കെ നടന്നത് ഒരു ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല. ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് പോലെ ഇന്ന് നമ്മുടെ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് പോലെയുള്ള വെറും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു ഇതെല്ലാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ആശങ്കയ്ക്ക് ഒക്കെ അടിസ്ഥാനമായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹിയും അതേപോലെ അള്ളാഹു ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് നടന്നതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്നാമതായിട്ട് അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ കാരുണ്യവാനായ ദൈവം ഒന്നും സ്ഥാപിക്കാൻ തുനിയില്ല എന്നുള്ളതാണ്. കാരണം ദൈവം അത്രക്ക് പൊട്ടനോ കഴിവുകെട്ടവനോ അല്ലല്ലോ. തീർച്ചയായിട്ടും എല്ലാത്തിനും കഴിവുള്ള രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു തആല ഈ തരത്തിൽ അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ കൊള്ളയും കൊലയും നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ വചനം സ്ഥാപിക്കുന്ന ഒരു ഗതികേട് എന്തായാലും ദൈവത്തിനുണ്ടാവില്ല. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നത് കൊണ്ടാണ്, ആ അവസാന നിമിഷത്തിൽ അദ്ദേഹം ചിന്തിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായത് എന്നാണ് ചരിത്രം മുഴുവനായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 20 വയസ്സ് പോലുമില്ലാത്ത സെയ്ദിൻ്റെ പുത്രൻ ഉസാമയെ സേനാനായകനായി നിശ്ചയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിലേക്ക് നീങ്ങാൻ രോഗാവസ്ഥയിലും ഒരു സൈന്യത്തെ സജ്ജീകരിക്കുകയായിരുന്നു. സൈന്യം ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗവിവരമറിഞ്ഞ അവർ യാത്ര നിർത്തിവെച്ചു. അപ്പോൾ ഈ സൈന്യവുമായിട്ട് സജ്ജീകരിച്ച് അങ്ങനെ പുറപ്പെട്ട് അവരെ പറഞ്ഞയക്കുന്നത് യഥാർത്ഥത്തിൽ ദഅവത്തല്ല എന്നും രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങൾ മാത്രമാണെന്നും രാഷ്ട്രീയപരമായിട്ട് ആ നാടുകൾ പിടിച്ചടക്കുക, അവിടെ ഇസ്ലാമിൻ്റെ അധികാരം സ്ഥാപിക്കുക എന്നത് മാത്രമാണ്
എന്നുള്ളത് ഈ രോഗാവസ്ഥയിൽ പോലും പ്രവാചകൻ്റെ വാചകങ്ങൾ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ വിശദീകരിക്കുന്നതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകളിലൊക്കെ ഇതിലെവിടെ ആത്മീയത, ഇതിലൊരു ആത്മീയതയുമില്ല എന്ന് നമ്മൾ തുടരെ പറയേണ്ടി വരുന്നതും. ഈ ചരിത്ര ഗ്രന്ഥം മുഴുവൻ വായിക്കുമ്പോൾ, ഇപ്പോൾ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് നടന്ന ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് യാതൊരു ശങ്കക്കും ഇടയില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ്റെ വഫാത്ത് വരെയുള്ള സംഭവങ്ങളിൽ പോലും അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. രോഗം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അല്പം ആശ്വാസം തോന്നിയപ്പോൾ അദ്ദേഹം പതിവ് പോലെ പത്നിമാരുടെ വീടുകൾ സന്ദർശിച്ചു. മൈമൂനയുടെ വീട്ടിലെത്തിയപ്പോൾ കൂടുതൽ ക്ഷീണം അനുഭവപ്പെട്ട നബിക്ക് താൻ രോഗിയായി കിടക്കുമെന്ന് തോന്നി. അതിന് കൂടുതൽ സൗകര്യം ആയിഷയുടെ വീടായതിനാൽ അതിന് മറ്റ് പത്നിമാരുടെ സമ്മതം വാങ്ങി. അലിയുടെയും പിതൃവ്യൻ അബ്ബാസിൻ്റെയും ചുമലിൽ താങ്ങി നടന്നു. പക്ഷേ കാല് നിലത്ത് ഉറക്കുന്നുണ്ടായിരുന്നില്ല. വേദന കാരണം തലയിൽ ശീല ചുറ്റിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി. തീരെ ക്ഷീണിതനാണെങ്കിലും പള്ളിയിൽ പോയി ഇമാമായി നിസ്കരിച്ചുകൊണ്ടിരുന്നു. ജനങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു. അതിന് ഉന്മേഷം കിട്ടാനായി തലയിൽ വെള്ളമൊഴിക്കാൻ ആവശ്യപ്പെട്ടു. 7 കുടമായപ്പോൾ അദ്ദേഹം നിർത്താൻ ആവശ്യപ്പെട്ടു. വസ്ത്രം ധരിച്ച് തലയിൽ ശീല ചുറ്റി പള്ളിയിൽ പ്രവേശിച്ചു. മിമ്പറിലിരുന്നു. അള്ളാഹു അവൻ്റെ അടിമക്ക് ദുനിയാവോ ആഖിറമോ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യം നൽകി. അവൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അല്പനേരം മൗനം. സംഗതി മനസ്സിലാക്കിയ അബൂബക്കറിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഇത് മറ്റുള്ളവരിലേക്കും പകരുമെന്ന് ഭയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ അരുത്. പിന്നെയും ചില വാചകങ്ങൾ പറഞ്ഞ ശേഷം മിമ്പറിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ ഒരുങ്ങി. പെട്ടെന്ന് ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു, മുഹാജിർ സമൂഹമേ, നിങ്ങൾ അൻസ്വാരികളുടെ കാര്യത്തിൽ നല്ലത് മാത്രം വിചാരിക്കുക. ഈ റസൂലുള്ളാഹിയുടെ വഫാത്തിനോട് അടുത്ത ആ ഒരു ഘട്ടമായപ്പോഴത്തേക്ക് മുഹാജിറുകളും അൻസ്വാറുകളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ഈ മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് ചെന്നവരാണ് ഈ മുഹാജിറുകൾ. അൻസ്വാറുകൾ എന്ന് പറഞ്ഞാൽ മദീനയിൽ ഈ വന്ന പ്രവാചകനെയും സ്വഹാബത്തിനെയൊക്കെ സ്വീകരിച്ച ആളുകളാണ് അൻസ്വാറുകൾ എന്ന് പറയുന്നത്. ഈ അൻസ്വാറുകളും മുഹാജിറുകളും തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം, ഇഷ്യൂസുകൾ ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? അത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അധികാരവും ഈ ഗനീമത്ത് സമ്പത്തൊക്കെ കുമിഞ്ഞു കൂടിയപ്പോൾ അത് വീതിക്കുന്നതിലൊക്കെ ഒരുപാട് ഇഷ്യൂസുകളുണ്ടായി. മുഹാജിറുകൾ അത് കൈകാര്യം ചെയ്യുന്നത് അൻസ്വാറുകൾക്കും, അൻസ്വാറുകൾ കൈകാര്യം ചെയ്യുന്നത് മുഹാജിറുകൾക്കും ഒക്കെ പ്രശ്നം ഉണ്ടാകുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ രാഷ്ട്രീയ സംഘടനകളിൽ കാണുന്ന തരത്തിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇതിലുള്ളത്. അത് പ്രവാചകനാണ്, സ്വഹാബത്താണ്, പ്രവാചകൻ്റെ നേതൃത്വത്തിലാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക്, ഏത് ഈ ഗനീമത്ത് അഥവാ സമ്പത്തുമായി ബന്ധപ്പെട്ടതും അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്നെ അവർക്ക് നശ്വരമായ ദുനിയാവാണെന്നും പരലോകമാണ് യഥാർത്ഥ ജീവിതമാണ് എന്നൊക്കെ നേർക്ക് നേരെ റസൂലിൽ നിന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് നമ്മളൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഹാബ കിറാമിന് സമ്പത്തിൻ്റെ കാര്യത്തിലും അധികാരത്തിൻ്റെ കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോര് പോലെ നിലനിൽക്കുന്ന തരത്തിലുള്ള അവസ്ഥയുമായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിർ സമൂഹമേ, നിങ്ങൾ അൻസ്വാറുകളുടെ കാര്യത്തിൽ നല്ലത് മാത്രം വിചാരിക്കണമെന്ന് ആ മരണത്തിന് തൊട്ട് മുമ്പുള്ള ആ ഒരു അവസ്ഥയിലും ആവശ്യപ്പെടുന്നത്. രോഗം പിന്നെയും കൂടി, വേദന ശക്തമായി. പ്രിയപുത്രി ഫാത്തിമ എല്ലാ ദിവസവും നബിയെ സന്ദർശിക്കും. രോഗം മൂർച്ഛിച്ചത് കണ്ട് ഫാത്തിമ പിതാവിനെ ചുംബിച്ചു. നബി പുത്രിയെ അടുത്തിരുത്തി അവരുടെ കാതിൽ എന്തോ മന്ത്രിച്ചു. ഫാത്തിമ കരഞ്ഞു. പിന്നെയും മന്ത്രിച്ചു. അപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം പടർന്നു. പിതാവിൻ്റെ പ്രയാസം കണ്ട മകൾ പറഞ്ഞു, എൻ്റെ ഉപ്പാൻ്റെ ദുരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നുകൂടി കഴിഞ്ഞാൽ നിൻ്റെ ഉപ്പാക്ക് ദുരിതമില്ല എന്ന് മറുപടി നൽകി. വേദനയുടെ ഈ ലോകത്ത് നിന്ന് വേർപിരിയുകയാണെന്ന സൂചനയായിരുന്നു അത്. രോഗവാർത്ത ജനങ്ങൾക്കിടയിൽ സർവത്ര പ്രചരിച്ചു. ഉസാമയും സൈന്യവും യാത്ര നിർത്തി തിരിച്ചു പോന്നു. ഈ റോമിലേക്ക് പറഞ്ഞയച്ച ആ സൈന്യങ്ങളൊക്കെ തിരിച്ചു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വശം 7 ദിനാർ ഉണ്ടായിരുന്നു. രോഗം വർദ്ധിച്ചപ്പോൾ അത് കയ്യിലിരിക്കെ മരണപ്പെടുമോ എന്ന് നബി ഭയന്നു. അത് ദാനം ചെയ്യാൻ കുടുംബത്തോട് കൽപ്പിച്ചു. പക്ഷേ നബിയെ ശുശ്രൂഷിക്കുന്നതിലേർപ്പെട്ട കുടുംബം അത് മറന്നുപോയി. ഒരിക്കൽ ബോധം വന്നപ്പോൾ നബി അതിനെപ്പറ്റി അന്വേഷിച്ചു. ദാനം നടന്നില്ലെന്നറിഞ്ഞപ്പോൾ നബി തൻ്റെ കൈകളിലും അത് വെക്കാൻ ആവശ്യപ്പെട്ടു. ഇതും കയ്യിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മുഹമ്മദിൻ്റെ വിചാരം എന്താണ് എന്ന് പറഞ്ഞ് നബി അത് ധർമ്മം ചെയ്തു. ഇവിടെ ഈ ഒരു അവസാന നിമിഷത്തിൽ പ്രവാചകൻ ഉള്ള 7 ദിനാർ കയ്യിലുണ്ടായിരുന്നു, അത് ദാനം ചെയ്യുന്നൊരവസ്ഥ. ഈ അധികാരത്തിനോട് സമ്പത്തിനോടൊക്കെ മോഹമുണ്ട് എന്ന് അതിനുവേണ്ടി ഇത്രയധികം യുദ്ധങ്ങൾ ചെയ്ത പ്രവാചകൻ അവസാനത്തിൽ ഈ ഒരു തരത്തിൽ പ്രവർത്തിച്ചു എന്ന് എഴുതിയിരിക്കുന്നതും ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കിതാബിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ് ഈ ചരിത്ര ഗ്രന്ഥങ്ങളെന്ന്. ഇത്രയധികം വെട്ടിപ്പിടിച്ച് ഈ ഒരു അവസ്ഥയിൽ രോഗം മൂർച്ഛിച്ച്
മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് വെറും 7 ദീനാറ് കയ്യിലുണ്ടായിരുന്നുള്ളൂ എന്നും ആ 7 ദീനാറ് സ്വതക്ക കൊടുക്കാനായിട്ട് ദാനം ചെയ്യാനായിട്ട് അദ്ദേഹം കൽപ്പിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് ദാനം ചെയ്യാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അത് വാങ്ങി അത് ദാനം ചെയ്യുന്നൊരവസ്ഥ ഇത് ഒരു വശത്ത് പറയുന്നു. ഇതേ ചരിത്ര ഗ്രന്ഥത്തിൽ തന്നെ മറുവശത്ത് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പടയങ്കി ജൂതൻ്റെ അടുത്ത് പണയം വെച്ചിട്ട് അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ടാണ് ആ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചത് എന്ന്. 7 ദിനാർ സ്വന്തമായി ഉണ്ടായിരുന്നു എന്നും അത് ദാനം ചെയ്യുകയാണ് ചെയ്തതെന്ന് പറയുന്നതും ഇതേ ചരിത്രമാണ്. ഇതേ ചരിത്രം തന്നെയാണ് ഗനീമത്ത് സ്വത്തുക്കൾ യുദ്ധം ചെയ്ത് ഒരുപാട് കുമിഞ്ഞു കൂടിയ ആ ഒരു സംഭവവും വിവരിക്കുന്നത്. ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാൻ ഒരു മാർഗവുമില്ല. നമ്മൾ വിമർശിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അക്രമവും അനീതിയും അധർമ്മവും കൊള്ളയും കൊലയും ഇതിനെയൊക്കെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അത് പ്രവാചകൻ ചെയ്തതായി എന്നും ആ പ്രവാചകൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാർഗദർശിയാണ് എന്നുമുള്ള ആ ഒരു സംഗതിയെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അതിൽ നമുക്ക് യാതൊരു മാതൃകയും ഇല്ല, അതുകൊണ്ടാണ് അതിനെ വിമർശിക്കുന്നത്. അത്തരം കാര്യങ്ങൾ മാതൃകയാക്കിക്കൊണ്ട് ഒരു വിശ്വാസി ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്നും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഉണ്ടാവുക. ശാന്തിയും സമാധാനമുള്ള ഒരു ജീവിതം ഒരു മതസ്ഥർക്കും നയിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മളത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും ഇങ്ങനെയുള്ള അക്രമവും അനീതിയും അധർമ്മവും ഒക്കെ ഒരു കാരുണ്യവാനായ ദൈവം കൽപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ വിമർശിക്കുന്നതും അതുകൊണ്ടാണ്. അതിനുശേഷം ഒരു ദിവസം രാത്രി പനി വിട്ടു. പ്രഭാതത്തിൽ അലിയുടെയും ഫലദ് ബിനു അബ്ബാസിൻ്റെയും ചുമതിൽ താങ്ങി പള്ളിയിലേക്ക് പോയി. അബൂബക്കർ ജനങ്ങൾക്ക് നേതൃത്വം നൽകി നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ജനങ്ങൾക്ക് അതിരറ്റ സന്തോഷം. നബി അവരോട് അനങ്ങരുതെന്ന് ആംഗ്യം കാണിച്ചു. നബിയുടെ മുഖത്ത് സംതൃപ്തി. നബിയുടെ വിവരമറിഞ്ഞ് അബൂബക്കർ പിന്നിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ നിസ്കാരം തുടരാൻ നബി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പിന്നെ അബൂബക്കറിൻ്റെ അരികെ പറ്റി ഇരുന്നു കൊണ്ട് നബി നമസ്കരിച്ചു. നബിക്ക് രോഗം ഭേദമാവുകയാണെന്ന പ്രതീതി മുസ്ലിങ്ങൾക്കുണ്ടായി. എല്ലാവർക്കും ഒരാശ്വാസം. ഉസാമ നിർത്തിവെച്ച പടനീക്കം തുടരാൻ തീരുമാനിച്ചു. അബൂബക്കർ താമസ സ്ഥലത്തേക്ക് പോയി. ഉമറും സ്ഥലം വിട്ടു. മുസ്ലിങ്ങൾ അബൂബക്കറിൻ്റെ കീഴിൽ നമസ്കരിക്കുന്ന കാഴ്ച കണ്ട് നബിയും ആഹ്ലാദഭരിതരായി വീട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷേ ഇത് കെടാൻ പോകുന്നതിന് മുമ്പുള്ള ആളിക്കത്തലായിരുന്നു. അനുനിമിഷം സ്ഥിതി മാറിക്കൊണ്ടിരുന്നു. അതിനിടെ ആയിഷയുടെ ഒരു ബന്ധു വീട്ടിൽ വന്നു. അയാളുടെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. അതിൽ താല്പര്യമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിധം നബി അത് നോക്കുന്നത് ആയിഷ ശ്രദ്ധിച്ചു. അവർ അത് വാങ്ങി ചതച്ച് മയപ്പെടുത്തി നബിക്ക് കൊടുത്തു. നബി അതുകൊണ്ട് പല്ല് തേച്ചു. പിന്നെ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവെ, മരണത്തിൻ്റെ സക്രാത്തിൽ എന്നെ നീ സഹായിക്കണേ. ആയിഷ നബിയുടെ ശിരസ് തൻ്റെ മടിയിൽ വെച്ചു. ശിരസിന് കനം കൂടുന്നു, കണ്ണുകൾ മേലോട്ടുയരുന്നു. നബി പറയുന്നു, സ്വർഗത്തിലെ ഉന്നതമായ കൂട്ടുകാരോടൊപ്പം ചേർക്കണേ. ആ ശ്വാസം അന്തിമമായി നിലച്ചു. ആയിഷ റളിയല്ലാഹു അൻഹു തിരുശിരസ് മടിയിൽ നിന്നെടുത്ത് ഒരു തലയിണയിൽ വെച്ചു. അവരുടെ ദുഃഖം അണ പൊട്ടിയൊഴുകി. മറ്റു സ്ത്രീകൾക്കും കരച്ചിലൊതുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുകയാണ്. ഇതിനിടയിൽ മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രവാചകൻ്റെ വഫാത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഇന്നലിൽ മൗത്തി സക്കറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെയധികം വേദന അനുഭവിക്കുന്നതായിട്ടും നമ്മളൊക്കെ അനുഭവിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി വേദന അദ്ദേഹത്തിനുണ്ട് എന്നും അദ്ദേഹം അത് അനുഭവിച്ചു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. താരീഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥത്തിലൊക്കെ അത് വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം അതേ ഇസ്ലാമിൽ തന്നെയുള്ളൊരു സംഗതിയാണ് മോമിനീങ്ങളായിട്ടുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള നല്ല മനുഷ്യന്മാർ, സ്വർഗാവകാശികളായിട്ടുള്ള വ്യക്തികളൊക്കെ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന മരണവേദന എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകില്ല എന്നും അവർക്കൊരു കൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെ അത്രയും സിമ്പിളായിട്ട് അങ്ങനെ അവരുടെ റൂഹ് പിടിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യവിശ്വാസികളായ മോമിനീങ്ങളായ ആളുകൾക്ക് ഒന്നും തന്നെ ആ തരത്തിലുള്ള ഒരു വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നൊരു വശത്ത് പറയുകയും, മറുവശത്ത് അതേ സത്യവിശ്വാസം പഠിപ്പിക്കാൻ വന്ന അഷ്റഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് കഠിനമായ വേദന ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ആ വേദന സഹിക്കാൻ കഴിയാതെ കരയുന്നൊരവസ്ഥയൊക്കെ മറുവശത്ത് വിശദീകരിക്കുകയും ചെയ്യുന്നു. അവിടെ പോലും വൈരുദ്ധ്യമാണ്. പ്രവാചകൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു അവസാന നിമിഷത്തിലെ അന്ന് നടന്ന സംഭവങ്ങൾ വിവരിക്കുന്നതിൽ പോലും ചരിത്ര കർത്താക്കൾക്ക് ഒരു ഏകാഭിപ്രായം ഇല്ല എന്നുള്ളതൊക്കെ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഇതൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പ്രവാചകൻ്റെ എല്ലാ സംഭവങ്ങളും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഈ മതം തന്നെ മൊത്തത്തിൽ ഇതിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ ഒരു വശത്ത് പറയുകയും മറുവശത്ത് എല്ലാ കാര്യങ്ങളിലും വിശദീകരിക്കുന്നതിന് ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിനെ ന്യായീകരിക്കുകയോ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ. അതല്ല എങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങളിൽ തന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് അവസ്ഥകൾ, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്.
അപ്പോൾ അതിനുശേഷം ശബ്ദകോലാഹലങ്ങൾ കേട്ട് ജനങ്ങൾ ഓടിയെത്തി. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ നബിയെ പള്ളിയിൽ കണ്ടതാണ്. വാർത്ത പൊടുന്നനെ വ്യാപിച്ചു. ഉമർ ഓടിയെത്തി. വിശുദ്ധ ദേഹം വെച്ച മുറിയിൽ കടന്ന് മുഖം തുറന്നു നോക്കി. അനക്കമില്ല. ബോധം പോയതാണ്, തെളിയുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. ഉമറിനെ വിശ്വസിപ്പിക്കാൻ ചിലർ പരിശ്രമിച്ചു നോക്കി. അദ്ദേഹം അട്ടഹസിച്ചു. ചില മുനാഫിക്കുകൾ റസൂൽ അന്തരിച്ചു എന്ന് ജൽപ്പിക്കുന്നു. അദ്ദേഹം മരിച്ചിട്ടില്ല. മൂസായെപ്പോലെ റബ്ബിൻ്റെ സന്നിധാനത്തേക്ക് പോയതാണ്. അദ്ദേഹം 40 ദിവസമായി അപ്രത്യക്ഷനായി. ജനങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു. മൂസ തിരിച്ചു വന്നതുപോലെ റസൂലും തിരിച്ചു വരും. ഇതൊന്നും വിശദീകരിക്കേണ്ടതില്ല. മൂസാ നബിയുമായി ബന്ധപ്പെട്ട് മൂസാ നബി 40 ദിവസം തൗറാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ അവർ മൂസ മരിച്ചു എന്ന് പറഞ്ഞു. പ്രവാചകനും അതേപോലെ പോയിരിക്കുകയാണെന്ന് തിരിച്ചു വരും എന്നാണ് ഉമർ ആ സന്ദർഭത്തിൽ പറയുന്നത്. മുഹമ്മദ് മരിച്ചു എന്ന് ജൽപ്പിക്കുന്നവരുടെ കയ്യും കാലും ഞാൻ മുറിക്കും എന്ന് ഇത് ഉമർ പലവട്ടം ആവർത്തിക്കുന്നു. ജനം അന്താളിച്ച് നിൽക്കുന്നു. അബൂബക്കർ ഓടിയെത്തുന്നു. വന്നപാടെ വിശുദ്ധ ദേഹം മൂടിയ പുതപ്പ് മുഖത്ത് നിന്ന് മാറ്റി നെറ്റിയിൽ ചുംബനമർപ്പിക്കുന്നു. തിരുശിരസ് കൈകൾ കൊണ്ട് പൊക്കി സൂക്ഷിച്ചു നോക്കി തൽസ്ഥാനത്ത് തന്നെ വെക്കുന്നു. പുറത്തിറങ്ങി നോക്കുമ്പോൾ തടിച്ചുകൂടിയ ജനങ്ങളോട് ഉമർ സംസാരിക്കുകയാണ്. ജനം അബൂബക്കറിന് പോകാൻ വഴി തുറന്നു കൊടുത്തു. ഉമർ ശാന്തനാകൂ, അബൂബക്കർ അപേക്ഷിച്ചു. പക്ഷേ അത് കേട്ട ഭാവം പോലും ഇല്ലാതെ അന്താളിച്ച് ആ വീരപുരുഷൻ സംസാരിക്കുകയാണ്. അബൂബക്കർ ആംഗ്യം കാണിച്ചു. താൻ പറയുന്നത് ശ്രദ്ധിക്കാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. ജനം കാതുകൂർപ്പിച്ചു. ജനങ്ങളെ, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അള്ളാഹു എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഇതും പറഞ്ഞ് അബൂബക്കർ ഖുർആൻ വാക്യം ഓതി. മുഹമ്മദ് ഒരു റസൂൽ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയും വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു കളയുകയാണോ? ആരെങ്കിലും പിന്നിലേക്ക് തിരിഞ്ഞാൽ അവർ അള്ളാഹുവിന് ഒരു ദോഷവും ചെയ്യുകയില്ല. അള്ളാഹു നന്ദി കാണിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. ആ ഒരു ഖുർആനിക വാചകം അവിടെ അബൂബക്കർ ഓതുകയാണ്. അബൂബക്കർ ഓതിയ ഈ ആയത്ത് മുമ്പ് കേൾക്കാത്തതുപോലെയായിരുന്നു ജനങ്ങളുടെ അവസ്ഥ. നബി മരിച്ചു എന്ന് അവർ ഉറപ്പിച്ചു. ഈ ആയത്ത് കേട്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന വിശ്വാസം വന്ന ഉമറിന് നിലത്ത് കാലുറക്കാതെയായി. അപ്പോൾ ഈ ആയത്ത് ഓതിയതിനു ശേഷം അബൂബക്കർ വന്ന് ഈ ഒരു തീരുമാനം എടുത്തതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു അടങ്ങിയത്. തിരുദേഹം എവിടെ മറവ് ചെയ്യണമെന്ന ചർച്ചയായി. പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ജന്മസ്ഥലമായ മക്ക, ബൈത്തുൽ മുഖദ്ദിസ്, മദീന, ഖുതുബ നടത്തിയിരുന്ന പള്ളി, മിമ്പറിൻ്റെ സമീപം തുടങ്ങിയ പല അഭിപ്രായങ്ങളും ഉന്നയിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ആരാധനാ കേന്ദ്രമാക്കരുതെന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ വചനം ഉദ്ധരിച്ചു: മരണപ്പെട്ട സ്ഥലത്തല്ലാതെ മറവ് ചെയ്യപ്പെടാത്ത ഒരു പ്രവാചകനുമില്ല. അതേ സ്ഥലത്ത് ആയിഷയുടെ വീട്ടിൽ പുണ്യദേഹം മറവ് ചെയ്യാൻ തീരുമാനിച്ചു. കുളിപ്പിക്കുമ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കണോ എന്നതായി പിന്നെ ഉയർന്നു വന്ന പ്രശ്നം. അവസാനം ധരിച്ച വസ്ത്രം അഴിക്കാതെ തന്നെ കുളിപ്പിക്കുക എന്ന അഭിപ്രായം അംഗീകരിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല അഥവാ മുൻ അടിമമാരായിരുന്ന ഉസാമത്ത് ബിൻ സയ്യിദ്, ഷുക്റാൻ എന്നിവർ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ബന്ധുക്കളായ അലി, അബ്ബാസിൻ്റെ പുത്രൻ ഫദ്ല്, ഖുദുമ് തുടങ്ങിയവർ ചേർന്ന് കുളിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുബായിലെ കിണറ്റിലെ വെള്ളം കൊണ്ടാണ് കുളിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ കുബായിലെ കിണറ്റിലെ വെള്ളം കൊണ്ടാണ് കുളിപ്പിച്ചത്, സംസം വെള്ളം കൊണ്ടൊന്നല്ല. സംസം വെള്ളം കൊണ്ടാണ് പ്രവാചകനെ അവസാനമായി കുളിപ്പിച്ചത് എന്നൊക്കെ പല ആളുകളും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. സംസം വെള്ളത്തിന് അത്രയും പ്രാധാന്യമുണ്ടായിട്ടും സംസം വെള്ളം കൊണ്ട് ഉള്ള ഏർപ്പാടുകളൊന്നും ആ പറഞ്ഞ സംഗതിയിലില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ അവസാന സമയത്ത് മരണത്തിൻ്റെ തൊട്ട് മുമ്പ് സംസം വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസം വെള്ളം ആയിരിക്കണം ആ മനുഷ്യൻ മരണത്തിന് തൊട്ട് മുമ്പ് കഴിച്ചിട്ടുണ്ടാകേണ്ടത്, അത് പ്രത്യേക പുണ്യമുള്ളതാണ് എന്നൊക്കെ കരുതുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയത്ത് പോലും അങ്ങനെ ഒരു സംസം വെള്ളത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ കൊടുത്തതായിട്ടോ ഒന്നുള്ള സംഭവങ്ങളൊന്നും ചരിത്ര ഗ്രന്ഥങ്ങളിലില്ല. കുളിപ്പിച്ച സമയത്തും കുബ എന്ന് പറയുന്ന മസ്ജിദുൽ കുബ എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളിയൊക്കെ അവിടെ പോയ ആളുകൾക്ക് കാണാം. അവിടുത്തെ കിണറ്റിൽ, ആ പള്ളിയിലെ അവിടുത്തെ കിണറ്റിലെ വെള്ളം കൊണ്ടുവന്നിട്ടാണ് പ്രവാചകനെ കുളിപ്പിച്ചത്. അവിടെ എവിടെയും തന്നെ, ആ പരിസരത്ത് എവിടെയും തന്നെ സംസം വെള്ളവുമായി ബന്ധപ്പെട്ട ഒരു സംഗതികളും നടക്കുന്നില്ല. നബിയെ ധരിച്ച വസ്ത്രം അഴിക്കാതെ 3 വസ്ത്രത്തിൽ അദ്ദേഹത്തെ കഫൻ ചെയ്തു. അത് അവസാനമായിട്ട് ധരിച്ച ആ വസ്ത്രം അഴിക്കാതെ തന്നെയാണ് കുളിപ്പിച്ചതും. ആ വസ്ത്രത്തിൻ്റെ മുകളിലാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത് 3 തുണികൾ കൊണ്ട്, വെള്ള തുണികൾ കൊണ്ട് പൊതിയുന്നതിനൊരു പ്രത്യേക രൂപത്തിൽ നമ്മളെ ശരീരത്തെ ചുറ്റി പാക്ക് ചെയ്യുന്നതിനാണ് ആ ഒരു കഫൻ ചെയ്യുക എന്ന് പറയുക. ആ സംഭവം ചെയ്തത് ആ അവസാനം ധരിച്ച വസ്ത്രം അഴിക്കാതെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സുഗന്ധവും ആ വസ്ത്രത്തിൽ ഉപയോഗിച്ചു. പിന്നെ ജനങ്ങൾ ഒറ്റക്കും കൂട്ടമായും വന്ന് ജനാസ നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. ഇമാമും ജമാഅത്തും ഉണ്ടായിരുന്നില്ല. ഇമാമും ജമാഅത്തായിട്ട്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിലത്തെ സൊഫിൽ കൊണ്ടുപോയി മയ്യത്ത് വെക്കും. അതിനുശേഷം ആ മരിച്ച വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധു, മക്കളോ അല്ലെങ്കിൽ പിതാവോ ആരാണോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അവർ ഇമാമായി നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കാരം നടത്തും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് ചെയ്യുക.
ഈ സംഭവങ്ങളെല്ലാം പഠിപ്പിച്ച് തന്ന, അത് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അഷ്റഫുൽ ഖൽക്ക്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള ആ ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ട്, അദ്ദേഹം മരണപ്പെട്ടിട്ട് 1,00,000 ചില്ലാനം ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഹജ്ജിൽ പങ്കെടുത്തു. അത് നമ്മൾ ഹജ്ജത്തുൽ വദായിൽ നമ്മൾ വായിച്ചു. അത്രയും അനുയായി വൃന്ദങ്ങൾ ഉണ്ടായിട്ട്, സ്വഹാബികൾ ഉണ്ടായിട്ട്, ഒരു ജമാഅത്ത് ആയിക്കൊണ്ട് ആ പ്രവാചകൻ്റെ പേരിൽ ഒരു മയ്യത്ത് നമസ്കരിക്കാൻ അവസാനമായി ആ പ്രവാചകനോട് ചെയ്യുന്ന അവരുടെ ഒരു കടമയായിട്ടുള്ളൊരു കാര്യമാണ്. മയ്യത്ത് നമസ്കാരത്തിന് എത്ര പ്രാധാന്യം ഉണ്ടെന്നുള്ള വിശ്വാസികൾക്കറിയാം. അങ്ങനെ അത്രയും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോടെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അത്രയും പ്രധാനപ്പെട്ട ഒരു കടമ അല്ലെങ്കിൽ ഒരു കാര്യം പ്രവാചകന് വേണ്ടി ചെയ്യാൻ അവസാനമായിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു കാര്യം, ജമാഅത്ത്, ഇമാമും ജമാഅത്തായിട്ട് അബൂബക്കറോ ഉമറോ ഉസ്മാനോ അലിയോ ആരെങ്കിലും ഒരാൾ ഇമാമത്ത് നിന്നിട്ട് ഈ 1,00,000 ചില്ലാനം വരുന്ന അനുയായികളെല്ലാവരും കൂടെ ഒരുമിച്ച് അവസാനമായിട്ട് ഒരു സല്യൂട്ട് നൽകി ആ നേതാവിനെ യാത്ര അയക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുണ്ടെന്ന ഐക്യം എന്താണ്? ഇവർ പഠിച്ച നമ്മളിപ്പോൾ ഇന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു സംഭവങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എങ്കിൽ അതൊക്കെ ഇവിടെ കാണണ്ടേ? ഈ ഒരു അവസാന സമയത്തെങ്കിലും അത് കാണണ്ടേ? എന്തുകൊണ്ടാണ് അതൊക്കെ കാണാതെ പോയത്? അത് നിങ്ങളുടെ ചിന്തകളിലേക്ക് തരികയാണ്, നിങ്ങളത് ചിന്തിക്കുക. കാരണം അതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് ഖുലഫാ റാഷിദീങ്ങളുടെ ഭരണകാലഘട്ടം, അഥവാ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ആ ഭരണാധികാരികൾക്ക് കീഴിൽ നടന്ന ഭരണവും അവിടെ നടന്ന കൊലപാതകങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഈ ഒരു സംഭവത്തിൻ്റെ പ്രാധാന്യം വിളിച്ചു ഓതുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു കാര്യം സൂചിപ്പിച്ചത്. ഇമാമും ജമാഅത്തും ഉണ്ടായിരുന്നില്ല. അബൂബക്കറും ഉമറും നമസ്കാരത്തിനെത്തിയപ്പോൾ മുറി നിറയെ ആളുകളായിരുന്നു. നമസ്കാരം കഴിഞ്ഞ ശേഷം അവിടെ തളം കെട്ടി നിന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അബൂബക്കർ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാ എന്ന അഭിസംബോധനയോടെ ഇങ്ങനെ ഉരുവിട്ടു: ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു, അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ റബ്ബ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചു. അവൻ്റെ മാർഗത്തിൽ പുണ്യസമരം നടത്തി. അങ്ങനെ അള്ളാഹു അവൻ്റെ ദീനിന് വിജയം നേടിക്കൊടുത്തു. അവൻ്റെ വാഗ്ദത്തം അവൻ പാലിച്ചു. അവനല്ലാതെ ആരാധിക്കപ്പെടരുത്, അവന് പങ്കുകാരില്ല എന്ന് അവൻ കൽപ്പിച്ചു. പുരുഷന്മാരുടെ നമസ്കാരം കഴിഞ്ഞ ശേഷം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനം നൽകപ്പെട്ടു. ജനങ്ങളുടെ സന്ദർശനവും നമസ്കാരവും കഴിഞ്ഞ് ഖബർ കുഴിക്കുന്നതിന് വേണ്ടി അബൂ ത്വൽഹ എത്തി. നബി വഫാത്തായ അതേ മുറിയിൽ തന്നെ ഖബർ ഒരുക്കപ്പെട്ടു. തിങ്കളാഴ്ച വഫാത്തായ നബിയെ ചൊവ്വാഴ്ചക്കും ബുധനാഴ്ചക്കും മധ്യേയുള്ള രാത്രി ഖബറടക്കാനുള്ള ഒരുക്കങ്ങൾ കുടുംബാംഗങ്ങൾ പൂർത്തിയാക്കി. നബി യാത്രയിൽ സാധാരണ ഉപയോഗിച്ചിരുന്ന ചുവന്ന വിരിപ്പ് ഖബറിനുള്ളിൽ വിരിച്ചു. അലിയും ഷക്രാനും ഫളും കുതമും ചേർന്ന് പരിശുദ്ധ ദേഹം പൊക്കിയെടുത്തു ഖബറിലേക്ക് ഇറക്കി വെച്ചു. ദുഃഖപൂർണമായ ആ രാത്രി അവസാനിച്ചു. അടുത്ത ദിവസം പ്രഭാത നമസ്കാരത്തിന് ബിലാൽ ബാങ്ക് വിളിച്ചു. അഷ്ഹദു അന്ന എന്ന് ഉച്ചരിച്ച ശേഷം തൊണ്ടയിടറി മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാൻ അദ്ദേഹത്തിന് പ്രയാസപ്പെട്ടു. ഹിജ്റ 11-ാം വർഷം റബിയുൽ അവൽ 13 AD 636 ജൂൺ 8 തിങ്കളാഴ്ചയാണ് റസൂലിൻ്റെ അന്ത്യം സംഭവിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് അഥവാ അദ്ദേഹം മരണപ്പെട്ട ആ ഡേറ്റിൽ പോലും ഈ ചരിത്ര കർത്താക്കളായിട്ടുള്ള ആളുകൾക്ക് ഏകാഭിപ്രായമില്ല. ഇപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? റബിയുൽ അവൽ 13 AD 636 ജൂൺ 8-ാം തീയതി. റബിയുൽ അവൽ 13-ന്, റബിയുൽ അവൽ 12-ന് എന്ന് വിശ്വസിക്കുന്ന ഭൂരിപക്ഷം വിശ്വാസികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. റബിയുൽ അവൽ 12-നാണല്ലോ നബിദിനായിട്ടൊക്കെ ആചരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ. ഈ റബിയുൽ അവൽ 12-നാണ് റസൂൽ ജനിച്ചതെന്നും റബിയുൽ അവൽ 12 തിങ്കളാഴ്ച തന്നെയാണ് റസൂൽ അന്ത്യം സംഭവിച്ചത് എന്ന് ആണ് വിശ്വസിക്കപ്പെടുന്നത്. പ്രബലമായ വിശ്വാസം അങ്ങനെയാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ പോലും ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ, ഇപ്പോൾ മറ്റൊരു ചരിത്ര താരിഖുൽ ഇസ്ലാം അതേപോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെയും തന്നെ മറ്റൊരു ദിവസം ഉണ്ട് എന്ന അഭിപ്രായവും ഉണ്ട്. എന്തായാലും വഫാത്തിൻ്റെ ആ ഒരു ഡേറ്റിൻ്റെ കാര്യത്തിൽ പോലും ഭിന്നാഭിപ്രായമാണ്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഉജ്ജ്വല പ്രഭ വരുത്തുന്ന ഒരു വിളക്ക് കണക്കെ ലോകത്തിന് മുഴുവൻ വെളിച്ചമേകിക്കൊണ്ട് ജനമനസ്സുകളിൽ ജീവിക്കുന്നു. ഇതാണ് പ്രവാചകൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഏകാഭിപ്രായമില്ലാതെ, ഒരു കറക്റ്റായിട്ടുള്ള ഒരു മറുപടി ഒരു കാര്യത്തിലും ഇല്ലാതെ, എല്ലാ വിഷയങ്ങളിലും അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം, അങ്ങനെയും അഭിപ്രായമുണ്ട് ഇങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, പണ്ഡിതന്മാർ ഇജ്മാ കൂടിയിട്ട് പല അഭിപ്രായങ്ങളുണ്ട് എന്ന തരത്തിലാണ് ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഖുർആനിൻ്റെ ആയത്തുകൾ ഇറങ്ങിയ അവതരണ പശ്ചാത്തലത്തിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അവസാനം പ്രവാചകൻ്റെ വഫാത്തിൻ്റെ കാര്യത്തിലും ഖബറടക്കിയതിൻ്റെ കാര്യത്തിൽ, മരണപ്പെട്ട വഫാത്തായ ആ ദിവസത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും ഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളാണുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ
പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഗോത്രങ്ങൾ എന്താ പറയുക വാർ വൈൻ വിമൺ WWൻ്റെ ആളുകളാണ് അറബികൾ എന്ന് ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ ഗോത്രങ്ങളായി ഒട്ടകത്തിൻ്റെ കയറിന് വേണ്ടി വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന, അഥവാ തൻ്റെ ഒട്ടകത്തിൻ്റെ കയറാണത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കയറിൻ്റെ കാര്യത്തിൽ പോലും വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഒരു കലിമത്തു തൗഹീദിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദൈവസങ്കല്പത്തിൻ്റെ പേരിൽ ഒന്നിപ്പിക്കുകയും ഈ ചിന്ന ഭിന്നമായി കിടന്നിരുന്ന ഗോത്രീയമായിട്ടുള്ള സംഗതികൾ ഒന്നിച്ച് ഒരു ഭരണത്തിന് കീഴിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതിൽ പ്രവാചകൻ ഒരർത്ഥത്തിൽ വിജയിക്കുകയും അദ്ദേഹം ഏറ്റവും നല്ലൊരു ഗോത്രീയ നേതാവും ആ പറയുന്ന ഭരണാധികാരിയും ഒക്കെ ആയിരുന്നു എന്ന തരത്തിലാണ് രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അല്ലെങ്കിൽ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് മാതൃകാ പുരുഷനാണ് എന്നുള്ള നിലക്ക് കാരുണ്യത്തിൻ്റെ തിരുദൂതൻ ഉസ്വത്തുൻ ഹസന റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഒരിക്കലും നമുക്ക് ഒരു മാതൃകയുമില്ലാത്ത ചരിത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റേതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് പോലെയുള്ള സംഘടനാ നേതൃത്വത്തോടും മൗലവിമാരോടും ഉസ്താദുമാരോടും വിശ്വാസികളോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിയോട്, ആ ഗോത്രീയ നേതാവിനോട്, ആ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്ഥാപകനോട് അല്ലെങ്കിൽ അതിൻ്റെ നേതാവിനോട് വ്യക്തിപരമായി നമുക്കാർക്കും തന്നെ, ഇസ്ലാം വിമർശിക്കുന്ന ഒരാൾക്കും വ്യക്തിപരമായി അദ്ദേഹത്തിനോട് യാതൊരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്ന് നിലനിൽക്കുന്ന പൗരോഹിത്യ ഇസ്ലാം എന്ന ആ ഒരു ഐഡിയോളജി അത് തീർച്ചയായിട്ടും ഒരുപാട് നിരപരാധികളായ മനുഷ്യർക്ക് കണ്ണീരിൽ കുതിർന്ന ജീവിതം സമ്മാനിക്കുന്ന അവസ്ഥകളുണ്ട്. പാവപ്പെട്ട മുസ്ലിങ്ങളായ വിശ്വാസികളെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ഈ മതം വിറ്റ് ജീവിക്കുകയും ഈ മതത്തിലെ അന്നത്തെ ഗോത്രീയമായ ആചാരങ്ങളും അന്നത്തെ ഗോത്രീയമായ ചിന്തകളും അത്തരത്തിലുള്ള അക്രമത്തിൻ്റെയും അനീതിയുടെയും അധർമ്മത്തിൻ്റെയും കൊള്ളയുടെയും കൊലയുടെയും ഒക്കെ മാതൃക അതുപോലെ ജീവിതത്തിൽ പകർത്തണമെന്നും അതുപോലെ നമ്മൾ ജീവിക്കണമെന്നും ഒക്കെ ചിന്തിക്കുന്ന ന്യൂനപക്ഷം വരുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മതഭ്രാന്തന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്കെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്, അതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കുന്നത്. 1400 കൊല്ലം മുമ്പുണ്ടായ ഗോത്രീയ ചിന്താഗതികളും നിയമങ്ങളും ഒക്കെ ഈ ആധുനിക കാലഘട്ടത്തിൽ ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് പ്രാക്ടിക്കലാക്കാൻ വേണ്ടി അത് അതുപോലെ ചെയ്യണമെന്ന് വാശി പിടിക്കുകയും അത് തന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് പകരം ഇന്നത്തെ ആധുനിക ധാർമ്മിക സദാചാര ബോധമൊക്കെ വാല്യൂസുകളെ നമ്മൾ കാണുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഗോത്രീയമായ ചിന്താഗതികളെ മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ചിന്തകളെ അപ്ഡേറ്റ് ചെയ്തിട്ടെങ്കിലും നിങ്ങൾ ആ മതവിശ്വാസിയായി ജീവിച്ചോളൂ. അല്ലാതെ അതുപോലെ പ്രാക്ടിക്കലാക്കണമെന്നും അത് ഇവിടെ പ്രവാചകൻ നടത്തിയ പോലെ ബദറും ഉഹുദും കന്തക്കും ഈ പറയുന്ന മക്കാ വിജയവും ബനൂ ഖുറൈളയും ഇതൊക്കെ പോലെ നമ്മളും നടത്തണം, ദാവത്ത് നടത്തണം, അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ തരത്തിൽ ദാവത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇറങ്ങി നടക്കുന്ന അവസ്ഥയാണെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന ആധുനിക ജനാധിപത്യ ധാർമ്മിക ബോധമൊന്നും അവർക്ക് മനസ്സിലാകില്ല. അവർക്ക് ഈ ബദറും ഉഹുദും കന്തക്കും ഈ പറയുന്ന ബനൂ ഖുറൈളയൊക്കെ നൽകുന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം തലയിൽ പേറിക്കൊണ്ട് ഈ ശാന്തിയും സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തുമോ? ബാക്കിയുള്ള ആളുകളുടെ ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിലുള്ള ചിന്താഗതികളാണ് ഈ ഗോത്രീയമായ ചിന്തകളിലുള്ളത്. ആ ദർശനത്തിൽ അതാണുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത്തരം കാര്യങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്താൽ മതി. നമ്മുടെ രാജ്യം അതിന് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്ത പുഷ്പങ്ങളെപ്പോലെ അങ്ങനെ വൈവിധ്യങ്ങളാൽ സൗഹാർദ്ദപരമായി ഐക്യത്തോടു കൂടി ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ അകറ്റാനും അതേപോലെ തന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആ ശരീഅത്തിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയില്ലെങ്കിൽ കത്തിയാളുന്ന നരകമാണ്, ദുനിയാവും പോയി ആഖിറവും പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭയപ്പെടുത്തി അവരുടെ സമാധാന ജീവിതം തകർക്കുന്ന തരത്തിലുള്ള ദഅവത്ത് എന്ന ഓമന പേരിട്ടുകൊണ്ട് ഇറങ്ങുന്നതൊക്കെ ഒരു കാരണവശാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല.
അതിലൊന്നും തന്നെ നമുക്കാർക്കും ഒരു മാതൃകയുമില്ല. യഥാർത്ഥത്തിൽ ഈ ദഅവത്ത് എന്ന ഓമന പേരിൽ നിങ്ങൾ ഇറങ്ങുന്നതിന് പകരം മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഭൗതികപരമായി മനുഷ്യൻ്റെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന അക്രമമോ അനീതി അധർമ്മമോ ഒക്കെ നടക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് മനുഷ്യൻ്റെ ഭൂമിയിലെ ജീവിതം ശാന്തിയും സമാധാനവുമാകാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും, അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കൂ. ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ആഖിറത്തിലെ പരലോകത്തിലെ സ്വർഗം ഇവിടെ ഇങ്ങനെ ഓഫർ ചെയ്ത് നടക്കാം എന്നതല്ലാതെ ഭൂമിയിൽ നിങ്ങൾ സ്വർഗം സ്ഥാപിക്കാൻ ശ്രമിക്കൂ. ശാന്തിയും സമാധാനമുള്ള ജീവിതം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്കെങ്കിലും നൽകാൻ നിങ്ങളെക്കൊണ്ട് കഴിയാവുന്നത് നിങ്ങൾ ചെയ്യൂ. അത് ചെയ്യാതെ ഭൗതിക ലോകത്ത് കൺമുമ്പിൽ നേർക്കുനേരെ നമുക്ക് അനുഭവ ബോധ്യ തലത്തിലുണ്ടാകുന്ന സംഭവങ്ങളിലൊന്നും ഒരു പ്രാധാന്യവുമില്ലാതെ അതിലൊന്നും ഇടപെടാതെ 24 മണിക്കൂറും തൗഹീദാണ് പ്രധാനം എന്ന് പറഞ്ഞ് താടി ഒഴിഞ്ഞ് മുക്കാ പാൻറ് ഇട്ടിട്ട് ഇങ്ങനെ വലിയ എന്തോ സംഭവമായിട്ട് നടക്കുന്നതൊക്കെ വെറും പിശാചിൻ്റെ എന്തൊക്കെയോ സേവനങ്ങളായിട്ടാണ്, പിശാചിൻ്റെ വഴിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് തിരിച്ചറിവുള്ള മനുഷ്യർ അതിനെയൊക്കെ മനസ്സിലാക്കുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് മനുഷ്യർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, സൗഹാർദ്ദത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട് തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളും അവിശ്വാസികളും പ്രിയപ്പെട്ട ബഹുമാന്യരായിട്ടുള്ള ഉസ്താദുമാരും മൗലവിമാരും ഒക്കെ തയ്യാറാകണേ എന്ന് ഉണർത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ ഈ ഒരു ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.